നമ്മളെ മാത്തമാറ്റിക്സിൽ ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. മാത്തമാറ്റിക്സ് എന്നല്ല, എക്സ്പെഷ്യലി എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും, എക്സ്പെഷ്യലി മാത്തമാറ്റിക്സിൽ. അപ്പോൾ ഡൗട്ട് ചോദിക്കാനുള്ള പേടി, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഡൗട്ട് ചോദിക്കാതിരിക്കാൻ. ഒന്ന്, ഡൗട്ട് ചോദിച്ചാൽ സാർ എന്ത് വിചാരിക്കും, ഒരു ഡൗട്ടാണ്. അത് നമ്മൾ മറ്റൊരു ഡൗട്ടാണ്. ഡൗട്ട് ചോദിച്ചാൽ സാർ എന്നെ ഇൻസൾട്ട് ചെയ്യുമോ, മറ്റൊരു ഡൗട്ടാണ്. ഡൗട്ട് ചോദിച്ചാൽ എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഈ ഡൗട്ട് ഒരു ലോക്കൽ ഡൗട്ടായി പോവോ, ഞാൻ ചോദിച്ചത് അബദ്ധമാവുമോ എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം എന്ത് ചെയ്യണം, ഈ ഡൗട്ട് ക്ലിയറൻസിന് നമ്മൾക്ക് ഒരു പ്രജുഡീസും പാടില്ല. നമ്മൾ ഒരു മുൻധാരണ ഇല്ലാതെ ഈ ഡൗട്ട് നിങ്ങൾ ഫ്രാങ്കായിട്ട് എന്ത് ചെയ്യണം, അധ്യാപകരുടെ മുന്നിൽ, ടീച്ചേഴ്സിൻ്റെ മുന്നിൽ, നമ്മുടെ അടുത്ത് മുന്നിലൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഡൗട്ടുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആരാവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, മറ്റ് സബ്ജക്റ്റ് ആവട്ടെ, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റൈറ്റാണ്. അത് ക്ലിയർ ചെയ്ത് തരേണ്ടത് ഞങ്ങളുടെയും റൈറ്റാണ്, ടീച്ചേഴ്സിൻ്റെ റൈറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ഡൗട്ട് ക്ലിയറൻസ്, അത് ക്ലാരിറ്റി വേണം. ഡൗട്ടിൽ രണ്ട് ടൈപ്പ് ക്ലാരിറ്റി വേണം. ഒന്ന്, ആ പ്രോബ്ലത്തിന് ക്ലാരിറ്റി വേണം, ആ പ്രോബ്ലത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റിന് നിങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും വേണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ക്ലിയർ ദ കൺസെപ്റ്റ് ആൻഡ് വി ഷുഡ് ക്ലിയർ ദ പ്രോബ്ലം. അങ്ങനെ രണ്ട് കൺസെപ്റ്റും ഓക്കെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നിങ്ങൾക്ക് ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ കഴിയും.